പക്ഷിപ്പനിയുടെ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷിപ്പനി വന്നെയും പക്ഷികളെ കൊന്നൊടുക്കിയത് ഞങ്ങൾ ആലപ്പുഴ ജില്ലയാണ്. അവിടുത്തെ മുഴുവൻ പക്ഷികളെയും താറാവിനെയും ഇങ്ങേറ്റം കോഴികളെ 2 ലക്ഷത്തോളമാണ് നമ്മളിപ്പം കൊന്നൊടുക്കിയത്. അതിൻ്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡൽഹിയിൽ പോയിരുന്നു, കേന്ദ്രമന്ത്രിയെ കണ്ടു. ഞാൻ 6 കോടി കിട്ടാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്ത് തരാം എന്നുള്ള ഉറപ്പ് പറയുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഫണ്ടെടുത്ത് ഞങ്ങളത് കൊടുത്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20% ഫണ്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത് നമുക്കറിയാം, ദേശാടന പക്ഷികളാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നമുക്ക് ആലപ്പുഴയിലും ഈ കോട്ടയത്തിൻ്റെ ഒരു ഭാഗവും പത്തനംതിട്ടയിലും ഉണ്ടാകുന്നത്. ഇപ്പോൾ ബാധിച്ചത് നിപ്പ വൈറസാണ്. നിപ്പ വൈറസ് നമ്മുടെ ആരോഗ്യ മേഖലയിലാണ് അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കാരണം മനുഷ്യനിലേക്കാണ് നിപ്പ പകരുന്നത്. പക്ഷികൾ മുഖേന മിക്കവാറും എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരെന്തോ വവ്വാല് പോയി കഴിച്ച ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സുകൾ നമ്മുടെ സാധാരണക്കാർ എടുത്ത് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ അവസാനമുണ്ടായ നമ്മുടെ ഒരാൾ മരണപ്പെട്ടതും അവരുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ അവർ കൃഷി ചെയ്ത തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന ആ പഴം വാവല് ഞോണ്ടിയതെടുത്ത് കഴിച്ചതിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് അവിടെ നിന്നൊരു റിപ്പോർട്ട് വന്നത്. ഇത്തവണ നമ്മളിപ്പോൾ 2 പേരെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടത്. അത് നമ്മുടെ ആരോഗ്യ വകുപ്പാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ പക്ഷികളുടെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് മൃഗസംരക്ഷണ മേഖലയാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേക സംഘം തന്നെ ഇന്ന് ആ സ്ഥലത്ത് സ്ഥാപിതമാക്കിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെ തുടങ്ങി, എവിടുന്ന് ഇതിന് കാരണഭൂതമായത്, അവരുടെ കുടുംബ പശ്ചാത്തലം, അതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ.